വിവാദ വിഷയങ്ങളിലൊന്നും തൊടാതെ ഇന്ത്യ സ്വീകരിച്ചത് നയതന്ത്രമായിരുന്നു നമുക്ക് പറയാൻ പറ്റുക. ഇപ്പം ഇതിന്റെ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം വീണ്ടും ഈ ഇമിഗ്രേഷനെ തിരിച്ചു കൊണ്ടുവരുന്നവരോട് പഴയ രീതിയിൽ തന്നെയാണോ പെരുമാറുന്നത് എന്നുള്ളതായിരിക്കും ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുക. അവരെയും ചങ്ങലക്കിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ തരത്തിലുള്ള ഇതിന്റെ അത്രയും ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷെ അതിനപ്പുറം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യ അമേരിക്ക ബന്ധം ഒരു ലോങ് ടേം റണ്ണിന്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. ഇന്ത്യയെ അതിന് പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാന കാരണം അമേരിക്കയ്ക്ക് ഒരു ചൈനയ്ക്കെതിരെയുള്ള ഒരു കൗണ്ടർ വെയിറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് ഇന്ത്യയാണെന്നുള്ളതാണ്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കാറ്റ്സ്ക പോലുള്ള ചില കൺസെഷൻസ് ഇന്ത്യക്ക് തന്നത്. അതായത് അമേരിക്കയുടെ ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ആ രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള വലിയ പദ്ധതി അമേരിക്കയ്ക്കുണ്ട്. പക്ഷെ ഇന്ത്യക്ക് അതിനുള്ള കൺസെഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇറാനുമായിട്ടും അല്ലെങ്കിൽ റഷ്യയുമായിട്ടും ഒക്കെ ബന്ധപ്പെടാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള അമേരിക്ക ഇന്ത്യക്ക് തന്നുള്ള ചില സ്പെഷ്യൽ ആയിട്ടുള്ള കൺസിഡറേഷൻ കൊണ്ട് തന്നെയാണ്. ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കൺസിഡറേഷൻ ഇന്ത്യക്ക് തരാനുള്ള കാരണം ലോകത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനുള്ളിൽ ഇന്ത്യ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ് ഇക്കണോമിക്കലി മറ്റുള്ള മേഖലകളിലും. ഇപ്പൊ നമുക്കറിയാം 97 ഇന്ത്യ 98 ആണവ സ്ഫോടനത്തിന് ശേഷം ക്രയോജനിക് എഞ്ചിൻ, റഷ്യ തരാനിരുന്ന ക്രയോജനിക് എഞ്ചിൻ ഉപരോധം കൊണ്ട് നിർത്തിവെച്ചിട്ടുള്ള ഒരു ചരിത്രം നമുക്കുണ്ട്. അതായത് വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു അമേരിക്കയായിരുന്നു നമ്മളുടെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം 2000 ആണ്ട് വരെ നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിലുണ്ടായിരുന്ന മാറ്റം എന്നുള്ളത് വളരെ വളരെ വലുതാണ്. വേറൊരു കാര്യം കൂടെ ചേർത്ത് പറയാനുള്ളത്, ഈ ഇന്ത്യ അമേരിക്ക ബന്ധത്തിലുള്ള ഈ മുന്നേറ്റത്തിന് ഒരുപാട് ഹെഡ്റൂം ഉണ്ട്. ഈ 2 രാജ്യങ്ങൾക്കിടയിലുള്ള റിലേഷൻസിന് മുന്നോട്ട് പോകാനുള്ള ഹെഡ്റൂം വളരെ കൂടുതലാണ്. അതിനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്. കഴിഞ്ഞ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ആദ്യത്തെ 50 കൊല്ലക്കാലത്ത് ഇന്ത്യ അമേരിക്ക ബന്ധം അത്ര സുഗമമല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇമ്മീഡിയറ്റ്ലി ഇതിന്റെ ഒരു പ്രശ്നം ട്രംപുമായിട്ടുള്ള ബന്ധത്തിൽ വരാനിരിക്കുന്നത് എന്താ വെച്ചാൽ, ട്രംപിന് ഈ ഇമ്പൾസീവായിട്ടുള്ള പല തീരുമാനങ്ങളിലും ഒന്നുകിൽ എന്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ ശത്രുവിന്റെ കൂടെ എന്നുള്ളൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നമ്മളുടെ പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ റീനെഗോഷിയേറ്റ് ചെയ്യേണ്ടതായിരുന്നു. ചിലപ്പോൾ ഇറാന്റെ കാര്യത്തിലൊക്കെ ട്രംപ് എന്ത് നിലപാടാണ് എടുക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ പലസ്തീന്റെ കാര്യത്തിലും ഇങ്ങനെയുള്ള ഇതിൽ നിലപാടെടുക്കേണ്ട വിഷയങ്ങൾ വരുമ്പോൾ ഇന്ത്യക്ക് ഡിപ്ലോമാറ്റിക് നെഗോസിയേഷൻസിന്റെ വലിയ ചാലഞ്ചസ് നമ്മളുടെ മുമ്പിൽ വരുന്ന ആളുകൾ വരുന്നുള്ളത് തീർച്ചയാണ്. ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ഇന്ത്യ അമേരിക്ക ബന്ധത്തെ നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടത് അമേരിക്കയുടെ താല്പര്യത്തിൽ കേന്ദ്രീകൃതമാണ് അമേരിക്കയുടെ ഏത് രാജ്യവുമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ടെലിവിഷനിൽ കാണുന്ന വലിയ രീതിയിലുള്ള കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങൾ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഈ റിലേഷനെ വരച്ചെടുക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല. ഒരുപാട് ഫാക്ടേഴ്സിനകത്ത് ഉണ്ട്. പക്ഷെ ബീയിങ് എ പവർഫുൾ കൺട്രി, ഒരു ഇക്കണോമിക്കലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് ഒരുപാട് സാധ്യത അമേരിക്കയുമായി ബന്ധത്തിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.